ജൂലൈ 2-ാം തീയതിയാണ് എന്താ നമുക്ക് ലാസ്റ്റ് ഡേറ്റ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 2-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളെന്താണ് എല്ലാവരും അപ്ലൈ ചെയ്യുക. മറന്നു പോകരുത്, ലാസ്റ്റിലോട്ട് വച്ചുകൊണ്ടിരിക്കരുത്. ചിലപ്പോൾ മാത്സിന് വേണ്ടി മാറ്റി വെച്ച് മാത്സിൻ്റെ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 months കഴിഞ്ഞാണ് നമ്മുടെ എക്സാം അല്ലേ, ഒരു 2 മാസം കഴിഞ്ഞാണ് നമ്മുടെ എക്സാം വരുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് അതുപോലെ നമ്മുടെ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ എന്താ നമുക്ക് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റും വീക്ക് പോയിൻറ്റും മനസ്സിലാവും. അതായത് ഏത് സബ്ജക്റ്റാണ് നമുക്ക് കൂടുതൽ അറിവുള്ളത്, കൂടുതൽ മാർക്ക് കിട്ടുന്നത്, ഏതിലാണ് മാർക്ക് കുറയുന്നതെന്ന് അറിയാൻ പറ്റും. അല്ലെങ്കിൽ മാത്സ് അധികം അറിയില്ല, അതായത് മാത്സിലധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അവരെന്ത് ചെയ്തു, ഫസ്റ്റ് ആദ്യമേ മാത്സ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുറേ ടൈം പോകും. ഹായ് എവ്രി വൺ, വെൽക്കം ടു എൻട്രി കോപ്പറേറ്റീവ് ബാങ്കിങ് യൂട്യൂബ് ചാനൽ. ഐ ആം അഞ്ജിത. നമ്മുടെ ഈ എക്സാം കഴിയുമ്പോൾ മിക്ക പിള്ളേരും നമുക്ക് പറഞ്ഞ ഒരു കംപ്ലൈൻ്റ് ആണ്, മിസ്സേ നമുക്ക് അല്ലെങ്കിൽ സാറേ നമുക്ക് എന്താ ടൈം ലാഭിക്കാൻ സാധ്യത, ടൈമിനുള്ളിൽ എന്താ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. നമുക്കറിയാം CSEB എക്സാമിന് നെഗറ്റീവ് മാർക്കില്ല, അപ്പം 160 ക്വസ്റ്റ്യൻ നമുക്ക് എന്താ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അങ്ങനെ 160 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ എന്താണ് ചിലവർക്ക് എന്നിട്ടും എന്താണ് ടൈം ഫുള്ളായിട്ട് 2 മണിക്കൂറാണ് ഈ ഒരു എക്സാം, എന്നിട്ടും എന്താണ് നമുക്ക് ടൈം സേവ് ചെയ്ത് ഫുൾ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ പറഞ്ഞ് പലരും കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു എക്സാം 2 hours എക്സാം എങ്ങനെ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് എന്താണ് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു കാര്യത്തെപ്പറ്റിയും അതിന് വേണ്ട ടിപ്സുമാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഈ ഒരു സെക്ഷനിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. അപ്പോൾ നമുക്കറിയാം എക്സാം ഡേറ്റ്, അതായത് ജൂലൈ 2-ാം തീയതിയാണ് എന്താ നമുക്ക് ലാസ്റ്റ് ഡേറ്റ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 2-ാം തീയതിയാണ്. അപ്പോൾ ജൂലൈ 2-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളെന്താണ് എല്ലാവരും അപ്ലൈ ചെയ്യുക. മറന്നു പോകരുത്, ലാസ്റ്റിലോട്ട് വച്ചുകൊണ്ടിരിക്കരുത്. ചിലപ്പോൾ എങ്ങാനും എന്താണ് നമ്മുടെ സൈറ്റ് ഒന്ന് ഹാങ് ആയി കഴിഞ്ഞാൽ എന്താ ലാസ്റ്റ് ആകുമ്പോൾ പ്രശ്നം വരും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് എന്താണ് മിക്ക ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും മിക്ക എക്സാംസിനും ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റ് സൈറ്റ് ഹാങ് ആവാനുള്ള ചാൻസ്, ലാസ്റ്റ് സൈറ്റ് ഹാങ് ആവാറുണ്ട്. ഓക്കെ, അപ്പോൾ മിക്ക സ്ഥലത്തും അങ്ങനെ മിക്ക എക്സാംസിനും അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് അപ്ലൈ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എക്സാം ഡേറ്റ് എന്നായിരിക്കും? എക്സാം നമുക്ക് നോർമലി ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ഏരിയയിൽ നമുക്ക് ആ ഒരു മന്ത്സിൽ നമുക്ക് എന്താ പ്രതീക്ഷിക്കാം. കാരണം ജൂലൈ 2-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു മിഡ് തൊട്ട് സെപ്റ്റംബർ മിഡ് വരെ ആകുമ്പോഴത്തേനും എക്സാം ഉണ്ടാവും. നമുക്കറിയാം ഫസ്റ്റ് ചെയ്ത എക്സാമൊക്കെ ആയിരിക്കും സെക്രട്ടറി, അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കഴിഞ്ഞിട്ടാണ് ജൂനിയർ ക്ലർക്ക് എക്സാമൊക്കെ വരാറ്. ഓക്കെ, അപ്പോൾ ജൂനിയർ ക്ലർക്ക് എക്സാം ആയിരിക്കും ലാസ്റ്റ്. അപ്പോൾ അത് സെപ്റ്റംബർ മാസത്തിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ്, അല്ലെങ്കിൽ ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയിരിക്കും ഉണ്ടാവാൻ ചാൻസ്, ബാക്കിയുള്ള എക്സാം എല്ലാം കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാം നോക്കാം. ഈ ഒരു എക്സാം 2 hours ആണ്. 2 hours എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 hour എന്ന് പറഞ്ഞാൽ 60 minute. അപ്പോൾ 120 minute ആണ് എന്താ ഈ ഒരു എക്സാം ഉണ്ടാവുക. എത്ര ക്വസ്റ്റ്യൻസ് ആണ്? 160 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 80 മാർക്ക്. അതായത് 1/2 മാർക്ക് വെച്ച് എന്താ ഓരോ ക്വസ്റ്റ്യനും, അങ്ങനെ 80 മാർക്കിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. 160 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഇവിടെ എന്താണ് നമ്മുടെ CSEB എക്സാംസിൻ്റെ പ്രത്യേകത, അവിടെ എന്താ നെഗറ്റീവ് മാർക്കില്ല. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്താൽ അത്രയും നല്ലതാണ് അല്ലേ. കാരണം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ലായിരിക്കും, ചിലപ്പോൾ മാർക്ക് ചെയ്തപ്പോൾ എന്താ ശരിയായിട്ട് അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ എന്താ നമുക്ക് സാധാരണ PSC എക്സാം അല്ലെങ്കിൽ ബാങ്ക് എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് ഡൗട്ടാണെങ്കിൽ നമ്മൾ എന്താ അറ്റൻഡ് ചെയ്യില്ല, കാരണം നെഗറ്റീവ് മാർക്ക് ഉണ്ട്. അപ്പോൾ ഒരു പരിധിക്കുള്ളിൽ PSC എക്സാംസിനൊക്കെ നമുക്ക് എന്താ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഓക്കെ നമ്മൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യും ഡൗട്ട് ഉണ്ടെങ്കിലും. ബാക്കി ഒരു 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് എന്താ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇങ്ങനെ ഡൗട്ട് വെച്ചുകൊണ്ട്? ഇല്ല. പക്ഷേ ഇവിടെ എന്താണ് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് എന്താണ് ജസ്റ്റ് അറ്റൻഡ് ചെയ്യാം, അത് ശരിയാവാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ മെയിൻ എയിം എന്താണ് ഇവിടെ? നമ്മൾ ജോലി നേടണം അല്ലെ, റാങ്ക് ലിസ്റ്റിൽ കയറി ജോലി നേടണം. അതിന് 80-ൽ എത്ര മാർക്ക്? 65 ആണ് സേഫ് സോൺ. 62, 63 ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ഓഫ് കയറാറുണ്ട്. 65 ആണെങ്കിൽ അത്രയും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. ഒരു 65+ ആണ് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മൾ എന്തായാലും റാങ്ക് ലിസ്റ്റിൽ കയറും, നമുക്കൊരു ജോലി ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു 65+ മേടിക്കാനായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ 160 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക, 120 മിനിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു 65+ നമുക്ക് മേടിക്കണമെങ്കിൽ എങ്ങനെ വേണം? 65+ മാർക്ക് വേണം. അതായത് 160 ക്വസ്റ്റ്യനിൽ അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് വേണം? 160 ക്വസ്റ്റ്യനിൽ ഒരു 130 കൂടുതൽ ക്വസ്റ്റ്യൻസ് എന്താ കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കണം. ഓക്കെ, അപ്പോൾ ഈ 160-ൽ 130 കൂടുതൽ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം. 2 മണിക്കൂറാണ് എക്സാം.
ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ചോദിക്കുക എന്ന് നോക്കാം എക്സാമിന് വരുന്നത്. ഓക്കെ, ഇംഗ്ലീഷ്, GK, മാത്സ്, പിന്നെ സബ്ജക്റ്റ്. അതായത് സബ്ജക്റ്റ് നമ്മളെന്താ നമുക്കൊരു കോപ്പറേഷനായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളതാണ് സബ്ജക്റ്റിൽ വരിക. ഇംഗ്ലീഷിൽ നിന്നും മാത്സിൽ നിന്നും GK നും എങ്ങനെയാണ് എല്ലാ സെക്ഷനിൽ നിന്നും 10 മാർക്ക് വീതമാണ്. അതായത് 20 ക്വസ്റ്റ്യൻ ഉണ്ടാവുക. 30 മാർക്ക് എന്താ ആ ഒരു ഏരിയയിലാണ് നമുക്ക് കിട്ടുക. ഇംഗ്ലീഷ്, GK, മാത്സ്. അപ്പോൾ ഇംഗ്ലീഷും GK, മാത്സ് ഒക്കെ എങ്ങനെയായിരിക്കും? PSC മോഡൽ തന്നെയാണ് ചോദ്യം. PSCയുടെ സിലബസ് തന്നെയാണ്. ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും GK ആണെങ്കിലും വേറൊരു പ്രത്യേക സിലബസ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ GKയിൽ കുറേ അധികം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളെന്താ മാക്സിമം പറ്റാവുന്ന അത്രയും പഠിക്കുക. പിന്നെ മാത്സ് ആണെങ്കിലും എന്താ ചെയ്ത് പഠിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിലും നമ്മൾ കുറേ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ബാക്കിയാണ് സബ്ജക്റ്റിൽ നിന്ന് തന്നെ. ഓക്കെ, ബാക്കിയാണ് സബ്ജക്റ്റിൽ നിന്ന് വന്നത്. അപ്പോൾ മാത്സ് നമുക്ക് നോക്കാം. മിക്കവർക്കും എന്താണ് മാത്സിനാണ് കുറേ അധികം ടൈം പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ മാത്സിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ക്വസ്റ്റ്യനാണ് ഇത്. എന്താ 24, 48, 80, 120, 168. അത് കഴിഞ്ഞ് അടുത്ത ഒരു നമ്പർ ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ആദ്യമൊക്കെ എന്താ അടുത്തടുത്ത്, പിന്നെ കുറച്ച് എന്താ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിഫറൻസ് എടുക്കാം ഇതിൻ്റെ. ഓക്കെ, ഡിഫറൻസ് നോക്കുമ്പോൾ 24ഉം 48ഉം തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 24 ആണ്. ഓക്കെ, 48ഉം 80ഉം തമ്മിൽ എന്താ 32 ആണ്. 80ഉം 120 എന്താണ് 40 ആണ്. 120, 168 48 ആണ്. അപ്പോൾ നമുക്ക് നോക്കിയപ്പോൾ എന്താണ് മനസ്സിലായേ? 8 × 3 ആണ് ഇത് 24. 8 × 4 ആണ് ഇത് 32 വരിക. അതുപോലെ 8 × 5 ആണ് 40. 8 × 6 ആണ് 48. അപ്പോൾ അടുത്തത് എന്തായിരിക്കും? 8 × 6 ആയിരിക്കും ഡിഫറൻസ് ആയിട്ട് വരിക. അങ്ങനെ നമുക്ക് എന്താണ് 8 × 6 ഇവിടെ ഡിഫറൻസ് ആയിട്ട് വന്നു. 8 × 7 ആണ് 168 കഴിഞ്ഞ് എന്താ ആ ഒരു നമ്പറിനെ 8 × 7 നമുക്ക് എന്താ പ്ലസ് ചെയ്യണം. അങ്ങനെയാണ് വരിക. ഇവിടെ നമ്മൾ മാത്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ചെയ്യാത്ത കുട്ടിയാണ് നോക്കുന്നതെങ്കിൽ, അതായത് മാത്സ് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത കുട്ടിയാണെങ്കിൽ കുറേ ടൈം എടുക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് വന്നത്, ചിലപ്പോൾ നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിഫറൻസ് അല്ലെങ്കിൽ ഇൻറ്റു 0.5 ഒക്കെ വെച്ച് നോക്കും. ഓക്കെ, പക്ഷെ നമ്മൾ ഈ നമ്പർ സീരീസ് ആണെങ്കിലും എന്നും ചെയ്യുന്നവരാണെങ്കിൽ, അതായത് എന്ന് പറഞ്ഞാൽ ഡെയിലി മാത്സ് ചെയ്യുന്നവർ ഒരാഴ്ചയ്ക്ക് എത്തുമ്പോൾ നമ്പർ സീരീസൊക്കെ നോക്കുന്നവരാണെങ്കിൽ അവർക്ക് ആ ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് പോലും എടുക്കില്ല ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടാനായിട്ട്. ഓക്കെ, വളരെ സിമ്പിളായ അതുപോലത്തെ ചോദ്യങ്ങളാണ് നമ്മുടെ മാത്സിൽ വരുന്നത്. PSC മോഡലിൽ തന്നെയാണ് വരുന്നത്. മാത്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 10ൽ 10 മാർക്കും ലഭിക്കാവുന്ന ഒരു വിഷയമാണ് മാത്സ്. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂറ്റി അതിന് ഉണ്ടാവില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവില്ല. അപ്പോൾ ദിവസത്തിൽ എന്താണ് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ് നിങ്ങൾ മാത്സിന് വേണ്ടി മാറ്റി വെച്ച് മാത്സിൻ്റെ ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 months കഴിഞ്ഞാണ് നമ്മുടെ എക്സാം, അല്ലേ? ഒരു 2 മാസം കഴിഞ്ഞാണ് നമ്മുടെ എക്സാം പറഞ്ഞത്. അപ്പോൾ ഇന്ന് തൊട്ട് ഓരോ ദിവസം എന്താണ് ഒരു 50 മിനിറ്റ്സ്, അരമണിക്കൂർ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഒരു 50 മിനിറ്റ്സ് നിങ്ങൾ മാത്സിന് വേണ്ടി മാറ്റിവെച്ച് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ടോപ്പിക്സ് ഫുള്ളും കംപ്ലീറ്റ് ആക്കാനും സാധിക്കും. അതുപോലെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നിങ്ങളുടെ ആ ഒരു മാത്സിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്സിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും നിങ്ങൾ ഓരോ ദിവസം എന്താണ് അരമണിക്കൂർ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സ് വെച്ച് എല്ലാ ദിവസവും നിങ്ങൾ നോക്കി പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താ നിങ്ങൾക്കൊരു 10ൽ ഒരു 9 കൂടുതൽ അല്ലെങ്കിൽ 8 to 9 ആ ഒരു റേഞ്ചിൻ്റെ മുകളിൽ മാർക്ക് നിങ്ങൾക്ക് എന്താ ഉറപ്പായിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ആ പ്രാക്ടീസ് എന്താണ് വിട്ടു പോകരുത്, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. കൺസിസ്റ്റൻസി വേണം നിങ്ങളുടെ ഒരു പ്രിപ്പറേഷനിൽ. അത് സബ്ജക്റ്റിൻ്റെ കാര്യത്തിലായാലും ഈ ഒരു എക്സാമിന് എല്ലാ വിഷയങ്ങളും അതെ നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഉണ്ട്. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം മിക്ക കുട്ടികളും എക്സാം വരുമ്പോൾ ആ ഒരു 1 month മുമ്പാണ് മാത്സിനും ഇംഗ്ലീഷിനും ജിക്കെയൊക്കെ ഫോക്കസ് കൊടുക്കാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഇപ്പോൾ തൊട്ട് ഫോക്കസ് കൊടുത്ത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ജിക്കെ ആണെങ്കിലും ഇപ്പോൾ തൊട്ട് പഠിച്ച ഒരു 2 months ഉണ്ട്. ആ 2 monthsനുള്ളിൽ നിങ്ങൾക്ക് വളരെയധികം ടോപ്പിക്സ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ GKയുടെ കേസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 to 20 എക്സാംസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എൻട്രിയുടെ ആപ്പിലാണെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ 10 to 20 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക. അതിൽ GK നോക്കുക. GK എവിടെ നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ആ ടോപ്പിക്സ്, ആ ക്വസ്റ്റ്യൻ അല്ല, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി പോകുമ്പോൾ ഓൾറെഡി നോക്കി അത് പഠിക്കുന്നയാലോ.
നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ആ ഒരു ടോപ്പിക് ഏത് ടോപ്പിക്കിൽ നിന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താ അത് കഴിയുമ്പോൾ കുറേ അധികം ടോപ്പിക്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും GK എവിടെ നിന്നൊക്കെയാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നിങ്ങളെന്താ ആ ഒരു 20 എക്സാംസ് കഴിഞ്ഞ ഒരു 20 എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അവിടെയൊക്കെ GK ഏത് ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ആ ടോപ്പിക്സ് എന്താ തറവായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് ടൈം ഉണ്ടെങ്കിൽ ബാക്കി ടോപ്പിക്സിലോട്ട് പോവുക. മെയിനായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ തന്നെ ലൈവ് സെഷൻ എടുത്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു GKക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, സ്പോർട്സ്, അതുപോലെ തന്നെ കൺട്രീസ്, ക്രോപ്സിനെ പറ്റി, കൺട്രീസിൻ്റെ ക്യാപിറ്റൽ, ചീഫ് മിനിസ്റ്റർ, അതുപോലെ കറൻസി, പിന്നെ ഓരോ റിവേഴ്സ്, ഡാംസ് അവയൊക്കെ എവിടെ വന്നെ, എയർപോർട്ട്സ്, പോർട്സ് അവയൊക്കെ എവിടെയാണ് വരുന്നത്, അതൊക്കെ നിങ്ങൾക്ക് എന്താണ് മെയിനായിട്ട് നോക്കേണ്ടത്. അതുപോലെ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ, ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൺട്രിയുടെ പ്രൈം മിനിസ്റ്റർ, പ്രസിഡൻറ്റ്, ഇതൊക്കെയാണ് മെയിനായിട്ട് എന്താ ആദ്യം നോക്കി പോകേണ്ടത്. അത് കഴിഞ്ഞ് എന്താ ബാക്കി കാര്യങ്ങൾ നോക്കുക. GK മാത്രമല്ല കറണ്ട് അഫേഴ്സും വരും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫേഴ്സ് ഒരു 6 monthsൻ്റെ നോക്കുക. കഴിഞ്ഞ എക്സാമിലാണെങ്കിൽ കറണ്ട് അഫേഴ്സ് വളരെയധികം ചോദിച്ചിരുന്നു അല്ലേ. ഓക്കെ, നിങ്ങളത് ബാങ്കിങ്ങിന് നോക്കുന്ന പോലെ കറണ്ട് അഫേഴ്സ് എന്താ വളരെ ഡീപ്പായിട്ട് നോക്കേണ്ട കാര്യമില്ല. എങ്കിലും ഓവറോളായിട്ട് എന്താ ഒരു 6 മാസത്തെ കറണ്ട് അഫേഴ്സ് ഉറപ്പായിട്ടും നോക്കി ഇരിക്കണം. നമ്മുടെ എൻട്രി ബാങ്കിങ് ചാനലിലാണെങ്കിൽ കറണ്ട് അഫേഴ്സ്, അല്ലെങ്കിൽ എൻട്രിയുടെ PSC ചാനലിലാണെങ്കിലും കറണ്ട് അഫേഴ്സ് ഡെയിലി യൂട്യൂബ് ചാനലിൽ കറണ്ട് അഫേഴ്സ് ഡെയിലി നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ എൻട്രിയുടെ ആപ്പിലും കറണ്ട് അഫേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഒരു 6 monthsലെ കറണ്ട് അഫേഴ്സ് നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ 30 മാർക്ക് ലഭിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ എന്ത് വേണം, പിന്നെ നന്നായിട്ട് എന്നും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. GK ആണെങ്കിലും മാക്സിമം ഇന്ന് തൊട്ട് മാക്സിമം പഠിക്കാവുന്ന ഒരു ½ hour GKക്കും കൊടുത്ത്, അതുപോലെ ഇംഗ്ലീഷിനും മാത്സിനാണെങ്കിലും ഒരു 50 minutes വീതം കൊടുക്കുക ഓരോ ദിവസം, അല്ലെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടാണെങ്കിൽ 1/2 മണിക്കൂർ വീതം 2 സബ്ജക്റ്റിനും അതുപോലെ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്താണ് ഈ ഒരു 30 മാർക്സിൽ ഒരു 20 മാർക്സിൽ എബവ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സബ്ജക്റ്റിൽ നിന്നാണ് വരുന്നത്. മാത്സ് നിങ്ങൾ അങ്ങനെ നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താണ് നിങ്ങൾക്ക് നല്ല ഒരു രീതിയിൽ മാത്സിൽ എന്താ പെട്ടെന്ന് ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഈ 160 ഒരു മീഡിയം മാത്സിനൊക്കെ എന്താ ഒരു മീഡിയം ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറിൽ ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യും? ഓക്കെ, മാത്സ് അപ്പോൾ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും മാത്സിന് അല്ലേ. അപ്പോൾ 20 ക്വസ്റ്റ്യൻ മാത്സിന് ഉണ്ടാവുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 20 ക്വസ്റ്റ്യൻസ് ആണ് മാത്സിന് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ എന്താ നിങ്ങൾ തീർക്കാനായിട്ട് നോക്കണം. 15 to 20 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നിങ്ങളെയും കൂടി സാധിക്കണം. നിങ്ങളിപ്പോൾ നന്നായിട്ട് ഞാൻ പറഞ്ഞ പോലെ 15 മിനിറ്റ് അല്ലെങ്കിൽ 1/2 മണിക്കൂറൊക്കെ മാത്സിന് എന്നും കൊടുത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് 10 മിനിറ്റ് പോലും എടുക്കില്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട്. നമ്മൾ ഷോർട്ട് ട്രിക്സ് ഉറപ്പായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ടൈം ആൻഡ് വർക്കിൻ്റെ കേസിൽ സ്പീഡ്, ഡിസ്റ്റൻസ് ആൻഡ് ടൈം, ഡയറക്ഷൻ അവയിലൊക്കെ ഷോർട്ട് ട്രിക്സ് ഉണ്ട് കുറേയധികം. നമ്പർ സീരീസിൻ്റെ കേസാണെങ്കിലും നമ്മുടെ എൻട്രിയുടെ ആപ്പിൽ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ആ ഷോർട്ട് ട്രിക്സ് പഠിച്ച് തന്നെ നിങ്ങളെന്താ പ്രാക്ടീസ് ചെയ്യുക. കാരണം എന്താണ്, ഈ ഷോർട്ട് ട്രിക്സ് വഴിയാണ് നമുക്ക് എളുപ്പത്തിൽ എന്താ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് എന്താ ഈ 20 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു മീഡിയം ആയിട്ടുള്ള ആളാണെങ്കിൽ മാത്സിന് ഒരു 20 മിനിറ്റ്സ് എടുത്തു എന്ന് വിചാരിക്കുക. ഇംഗ്ലീഷിന് ഒരു 15 മിനിറ്റ്, 20 ക്വസ്റ്റ്യൻ 15 മിനിറ്റിനുള്ളിലൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്താ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. GK ആണെങ്കിലും 15 മിനിറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എത്രയായി, ഒരു 50 മിനിറ്റ് ഇവിടെയായി. ഓക്കെ, ബാക്കിയുള്ള മിനിറ്റ്സ് 50 അല്ലെങ്കിൽ എന്താണ് 45 മിനിറ്റ് ഇവിടെയായി എന്ന് വിചാരിക്കുക. ഓക്കെ, 15 മിനിറ്റ് മാത്സിനും എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ സബ്ജക്റ്റ് എന്താണ് 75 മിനിറ്റ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നമുക്കൊന്ന് ആഞ്ഞ് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിനുള്ളിൽ നമുക്ക് എന്താ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു മീഡിയം സ്റ്റുഡൻറ്റിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്, ടൈം എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അതായത് മാത്സിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു 10 മാർക്കിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 10 മാർക്കിൽ കൂടുതലുള്ള 9 മാർക്കിൽ കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ എന്താ മാത്സ് അറിയാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ തൊട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് എന്താ നല്ലൊരു രീതിയിൽ ഒരു 8 to 9 മാർക്സ് ഒക്കെ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും.
അങ്ങനെ ആ ഒരു ലെവലിലെത്തി പ്രാക്ടീസ് ചെയ്ത കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് 10 മിനിറ്റ് 15 മിനിറ്റിനുള്ളിലേ എന്താണ് എടുക്കുള്ളൂ. 10 മിനിറ്റാണ് 20 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് എടുക്കുള്ളൂ. കാരണം അത്രയും സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഒരു 10 to 12 മിനിറ്റ്സ് ഇവിടെ എടുത്തു എന്ന് വിചാരിക്കുക. അതുപോലെ ഇംഗ്ലീഷ് ആണെങ്കിൽ നമുക്കൊരു 10 to 12 മിനിറ്റ്സിനുള്ളിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ GKക്ക് 50 മിനിറ്റ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു 75 മിനിറ്റ് കൂടുതൽ ഉറപ്പായിട്ടും എന്താ അവിടെ ടൈം കിട്ടും. അതിൻ്റെ ഉള്ളിൽ എന്താണ് ഈ 100 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നാൽ നമുക്കൊന്ന് ചിന്തിക്കേണ്ടി വരും. ചില ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമായിരിക്കും. കഴിഞ്ഞ ഒരു എക്സാമിന് സെക്ഷൻസ് എത്രയാണ്, റൂൾസ് എത്രയാണെന്നൊക്കെ ചോദിച്ചിരുന്നു KCS ആയിട്ടില്ലേ. അതുപോലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എന്താണ് ഈ ഒരു മിനിറ്റ് പോലും എടുക്കില്ല ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്താ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ മോഡൽ എക്സാം എഴുതുമ്പോൾ നമ്മളെന്താണ് മൊബൈലിലാണ് ചെയ്യുന്നതല്ലേ. അതായത് സാധാരണ ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാം അടുത്ത പ്രാവശ്യം ഓഫ്ലൈനായിട്ടാണ് ഞാൻ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓഫ്ലൈനായിട്ട് നടക്കുമ്പോൾ എന്താണ് നമ്മൾ PSC എക്സാം പോലെ എന്താണ് OMR ഷീറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മൊബൈലിൽ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ ചെയ്യുമ്പോൾ ഒരു 1.5 അല്ലെങ്കിൽ 1.5 അല്ലെങ്കിൽ 1.25 മണിക്കൂറിനുള്ളിൽ നിങ്ങളെന്താണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കണം. അതാവുമ്പോൾ എന്താണ് 2 മണിക്കൂറായിട്ട് ഓഫ്ലൈനായിട്ട് മാച്ചായി പൊക്കോളും. അതുപോലെ നമ്മുടെ OMR ഷീറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിലെന്താണ് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ OMR ഷീറ്റിലും കൂടി പ്രാക്ടീസ് ചെയ്തിട്ട് എക്സാമിന് പോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണത്. പിന്നെ ഒരു ദിവസം ഒരു മോഡൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു 10 to 12 മിനിറ്റ്സിനുള്ളിൽ നമുക്കെന്താണ് ഈ പറഞ്ഞ മാത്സും ഇംഗ്ലീഷും GK ഒക്കെ 10 to 12 മിനിറ്റ്സ് വീതം എടുത്ത് കംപ്ലീറ്റ് ആക്കാനും അതുപോലെ ബാക്കി സമയത്തിനുള്ളിൽ വേഗം തന്നെ നമ്മുടെ പ്രീവിയസ് സബ്ജക്റ്റ് വൈസ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മോഡൽ എക്സാം ഒരു ദിവസം, ഒരു മോക്ക് എക്സാം ഒരു ദിവസം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഇപ്പോൾ 2 മാസം ഉണ്ട്. അപ്പോൾ 60 കൂടുതൽ മോഡൽ എക്സാം എന്താ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങളെന്താ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വരുന്ന രീതിയും അതുപോലെ പാറ്റേണും ഒക്കെ ആയിട്ട് നിങ്ങൾ സ്യൂട്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ എക്സാം വരുമ്പോൾ ആ ടൈമിനുള്ളിൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ ഒരു എക്സാം എഴുതി കഴിയുമ്പോൾ എന്താ നമുക്ക് നമ്മുടെ സ്ട്രോങ് പോയിൻറ്റും വീക്ക് പോയിൻറ്റും മനസ്സിലാവും. അതായത് ഏത് സബ്ജക്റ്റാണ് നമുക്ക് കൂടുതൽ അറിവുള്ളത്, കൂടുതൽ മാർക്ക് കിട്ടുന്നത്, ഏതിലാണ് മാർക്ക് കുറയുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടുന്നതിനെ ഒന്നും കൂടി എന്താ സ്ട്രെങ്ത് ആക്കുക. അതുപോലെ കുറഞ്ഞ മാർക്ക് കിട്ടുന്നത് എന്താ നമ്മൾ കൂട്ടി അതിലെല്ലാം നമ്മുടെ എന്താ അറിവ് കൂട്ടി വരിക. ചിലവർക്ക് എന്താണ് മാത്സും ഇംഗ്ലീഷൊക്കെ ആയിരിക്കും കുറവ്. അപ്പോൾ അവരവിടെ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ സബ്ജക്റ്റ് വിട്ട് കളയുന്നതല്ല, സബ്ജക്റ്റും പഠിക്കുക. അതിൻ്റെ കൂടെ എന്താണ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഡെയിലി ഈ GK ഇംഗ്ലീഷ് മാത്സിന് വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, അല്ല ചിലവർക്ക് സബ്ജക്റ്റിലൊക്കെ ആയിരിക്കും പാട്. ചിലവരുണ്ട് മാത്സ് എന്താണ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, പക്ഷെ എന്താണ് ഇംഗ്ലീഷും അറിയാം, സബ്ജക്റ്റിൽ എന്താണ് കുറച്ച് കുറവാണ്. പക്ഷെ സബ്ജക്റ്റ് പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്താ വേറൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണ് സബ്ജക്റ്റാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. 50 മാർക്ക് അവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ സബ്ജക്റ്റിൽ എന്താണ് അവർ കുറച്ചും കൂടി കൂടുതൽ സമയം കൊടുക്കുക. മാത്സും ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ നോക്കുക. സബ്ജക്റ്റ് എന്താണ് ഡെയിലി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പോവാം. തിയറി ആദ്യം നോക്കി വയ്ക്കുക. തിയറി ഫുൾ കംപ്ലീറ്റ് ആയതിനു ശേഷം എന്താണ് പയ്യെ സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുക. ആ രീതിയിൽ പോവുക. പിന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഇംഗ്ലീഷ് മാത്സ് GK ഇംഗ്ലീഷും മാത്സൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താ അവിടെ ഒരു 10 8.5 അല്ലെങ്കിൽ 8 കൂടുതൽ മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ GK ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കുറേ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു 7 മാർക്ക് കൂടുതൽ നമുക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ 60 2 മാസം ഉണ്ട്, 60 ടോപ്പിക്സ് കൂടുതൽ നമുക്ക് എന്താ കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ടോപ്പിക്സിൻ്റെ ഉള്ളിൽ നിന്നാണ് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉണ്ടാവുക. അപ്പോൾ ഒരു 5 മാർക്ക് നമുക്ക് കൂട്ടാം, അവിടെ നിന്ന് ഉറപ്പായിട്ടും വരും. അപ്പോൾ ഇവിടെ എന്താണ് ഒരു 8 to 9 മാർക്ക് ഇംഗ്ലീഷ് GK നിന്നും ലഭിക്കാനായിട്ട് സാധിക്കും. ബാക്കി GK നിന്നാണെങ്കിലും ഒരു 5 മാർക്ക് വീതം നമുക്ക് കിട്ടുകയാണെങ്കിൽ എത്രയായിരിക്കും ഒരു 21 23 ആ ഒരു ലെവൽ മാർക്ക് 30 മാർക്കിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കിട്ടും. ബാക്കി മാർക്ക് നമ്മളെന്താ സബ്ജക്റ്റിൽ നിന്ന് മേടിക്കണം. സബ്ജക്റ്റ് ആണെങ്കിൽ നിങ്ങളെന്താ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും CSEB എടുത്തൊക്കെ നമുക്ക് വേണ്ടത് ടൈം, പലരും പറയാറുണ്ട് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ലാണ്. അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക.
കാരണം ഈ ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നവർ മിക്കവാറും മോഡൽ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും. അതായത് ചിലപ്പോൾ എക്സാം വന്ന ടൈം ആയിരിക്കും മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ തൊട്ട് എന്താ ഓരോ ദിവസവും ഓരോ മോഡൽ എക്സാം വീതം മോക്ക് എക്സാം വീതം അറ്റൻഡ് ചെയ്ത് പോവുക. അപ്പം നമ്മളെന്താ ആ എക്സാമായിട്ട് നമ്മൾ സ്യൂട്ടാവും. ഓക്കെ, അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും ഏതാണ് നമ്മുടെ സ്ട്രോങ്, ഏതാണ് വീക്ക്, അതുപോലെ എങ്ങനെയാണ് നമ്മളെന്താ ടൈം ലാഭിക്കേണ്ടത്, അതൊക്കെ മനസ്സിലാവും. പിന്നെ മാത്സ് ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ ആദ്യം തന്നെ ലാസ്റ്റത്തേക്ക് മാത്സ് വയ്ക്കരുത്. ചിലപ്പോൾ ലാസ്റ്റത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടൈം തികഞ്ഞില്ലെങ്കിൽ അവിടെ എത്ര അറിയുന്നവരാണെങ്കിലും ടെൻഷനാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അധികം മാത്സ് അറിയാത്തവരാണെങ്കിൽ അതായത് മാത്സിന് അധികം കുറച്ച് ടെൻഷൻ ഉണ്ട് അറിയാത്തവരാണ് എങ്കിൽ മാത്സ് ഒരു മിഡ്, അതായത് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആ ടൈമിലോട്ട് വയ്ക്കുക. കാരണം ചിലപ്പോൾ മാത്സ് ആദ്യം ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സബ്ജക്റ്റും ഫസ്റ്റ് തന്നെ മാത്സ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു, മാത്സിൽ നിങ്ങൾക്ക് ഒന്നും ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ GK കിട്ടുന്നില്ല, നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ടെൻഷൻ കൂടി നിങ്ങളുടെ സബ്ജക്റ്റും അവതാളത്തിലാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാത്സും GK ക്വസ്റ്റ്യൻ കണ്ട് അത് ആദ്യം വിട്ടുകളയുക. ആദ്യം സബ്ജക്റ്റ് അത്രയും അറിയാവുന്നവരാണെങ്കിൽ സബ്ജക്റ്റ് ആദ്യം നോക്കുക. ഇംഗ്ലീഷും മാത്സൊക്കെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമുക്കറിയാം, ബെൽ റിങ് ചെയ്യുമ്പോൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ബാക്കി ഇംഗ്ലീഷും മാത്സൊക്കെ ആ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു മിഡ് എക്സാമിൻ്റെ ഒരു പകുതി ആകുമ്പോൾ അറ്റൻഡ് ചെയ്യുക. ആ സമയത്ത് ഇംഗ്ലീഷും മാത്സൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് മാത്സ് നന്നായിട്ട് അറിയാവുന്നവരാണ്, പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ മാത്സ് അറ്റൻഡ് ചെയ്ത് വേഗം തന്നെ മാത്സിൻ്റെ ടൈം ലാഭിക്കുക. അതായത് വേഗം തന്നെ മാത്സിൽ ഒരു 10-12 മിനിറ്റിനുള്ളിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 2 രീതിയിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. മാത്സ് ഒരിക്കലും ലാസ്റ്റത്തേക്ക് വയ്ക്കരുത്. ഈ എക്സാമിന് നിങ്ങൾക്ക് പറ്റില്ല, അതായത് എക്സാമിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന മിക്കവാറും പേര് ഒന്നെങ്കിൽ മാത്സ് ലാസ്റ്റ് വച്ചവരായിരിക്കും, അല്ലെങ്കിൽ മാത്സ് അധികം അറിയില്ല, അതായത് മാത്സിലധികം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു, ഫസ്റ്റ് ആദ്യമേ മാത്സ് അറ്റൻഡ് ചെയ്തു. അങ്ങനെയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കുറേ ടൈം പോകും. പിന്നെ മാത്സ് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് മിഡ് ആകുമ്പോൾ, അതായത് ഒരു എക്സാമിൻ്റെ പകുതി ആകുമ്പോൾ മാത്സ് അറ്റൻഡ് ചെയ്തു 3/4 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂറൊക്കെ ആകുമ്പോൾ മാത്സ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടൈം കുറച്ചും കൂടി ടൈമിൻ്റെ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ടൈം നോക്കുക. അതായത് മാത്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ 1 മിനിറ്റ് കൂടുതൽ എടുക്കരുത്. ഓക്കെ, ടൈം നോക്കുക, എത്ര ടൈമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കണമെന്ന് നോക്കുക. ടൈം നോക്കിക്കൊണ്ട് തന്നെ ആൻസർ ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ചിലപ്പോൾ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ്സ് വരെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള ടൈമും കൂടിയാണ് നമ്മുടെ പോകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ടൈമും കൂടി ഓർമ്മയിൽ വെച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ, അതായത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ സിലബസിൽ ഡിസ്കസ് ചെയ്ത ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമുക്ക് കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ എക്സാം കംപ്ലീറ്റ് ആക്കി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസിയാണ്. ഡെയിലി എല്ലാ സബ്ജക്റ്റും നോക്കിക്കൊണ്ട് പോവുക. ഇംഗ്ലീഷ്, മാത്സ്, GK ഒക്കെ ആണെങ്കിലും ഡെയിലി നോക്കാൻ പറ്റില്ലെങ്കിൽ, ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി ചിലപ്പോൾ നോക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ വീക്ക്ലി വൺസ് അങ്ങനെ വെച്ച് ഒരു ടൈം ടേബിൾ പോലെ ഉണ്ടാക്കി ആ ഒരു രീതിയിൽ നോക്കിക്കൊണ്ട് പോവുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ജൂലൈ 2-നാണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിക്കൊണ്ടിരിക്കരുത്, വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ നമ്മുടെ എൻട്രിയിൽ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 7736122215 നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓഫേഴ്സിനെ പറ്റിയും കോഴ്സസിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഈ സമയത്ത് വളരെയധികം ഓഫേഴ്സ് നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഡൗട്ട്സും ചോദിച്ച് ക്ലിയർ ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ എൻട്രിയിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, CSEയുടെ ഫ്രീ ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അവർ ചാനൽ.